ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കുറച്ച് സ്റ്റിക്കർ വർക്കാണ്. അപ്പോൾ നമ്മുടെ ഇൻടേക്ക് കിറ്റും ഹീൽ ഗാർഡും ഒന്ന് സ്റ്റിക്കർ റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാറ്റ് ബ്ലാക്ക് കുറച്ച് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, അത് ഹീറ്റായിട്ട് മെൽറ്റായി പോകുമെന്നുള്ള സംഭവം അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഒരു ഫോർമുല 1ൻ്റെ ഒരു പോളിഷ് വാക്സും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സെക്കൻഡ്, ഇതാണ് സാധനം. എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇപ്പോൾ മേടിച്ച് സംഭവം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ തുടങ്ങാം. ടൂൾ ബോക്സ് എടുത്തപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഉള്ളിൽ ഫുൾ ഉറുമ്പ്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്ക്. കവറൊക്കെ ആകെ വൃത്തിയുടെ. അപ്പോൾ ഈ എലൻ കീസ് ഉണ്ട്, ഇത് വെച്ചിട്ട് സംഭവം അഴിച്ചു നോക്കി നോക്കട്ടെ. അപ്പോൾ ഇൻടേക്ക് കവർ കിറ്റും ഹീൽ ഗാർഡും റാപ്പ് ചെയ്യൽ തുടങ്ങി. അവസാനം ഇപ്പോൾ റാപ്പ് ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ റാപ്പ് ചെയ്തു. ഞാനിത് ചെയ്തിട്ടിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 2 weeks ആയി. വണ്ടി അതിന് ശേഷം കുറച്ച് അത്യാവശ്യം ഓടിപ്പിച്ചു നോക്കി. എനിക്ക് ഇൻടേക്ക് കവർ കിറ്റ് ചെയ്തത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എൻജിൻ ഹീറ്റായിട്ട് മെൽറ്റാവുമോ എന്നുള്ളത്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, സംഭവം നൈസായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ അവസാനം റാപ്പ് ചെയ്തു എന്നുള്ളത്. ഇതാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്തത്. ഇത് ഞാൻ വണ്ടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെയ്തിരുന്ന സംഭവം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആവാറായിട്ടുണ്ടാവും ഇത് ചെയ്തിട്ട്. എനിക്കിതിൽ ആകെ ഇഷ്ടപ്പെടാതിരുന്നൊരു സംഭവമാണ് ഈ ഗോൾഡൻ കളർ ഉണ്ടായിരുന്നത്. ഇതാണ് ഫസ്റ്റ് ചെയ്ത റാപ്പ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ് ഈ ഹീൽ ഗാർഡും ഈ ഇൻടേക്ക് കവർ കിറ്റും. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, ഇത് പുതിയത് മേടിക്കണമെങ്കിൽ ഈ മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള പുതിയത് മേടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1200 എത്രയോ കൊടുക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് വിനൈൽ സ്റ്റിക്കർ വെച്ചിട്ട് ചെയ്തതാണ്. എനിക്കിതാണ് ഡൗട്ട് ഉണ്ടായിരുന്നത്, ഇത് മെൽറ്റ് ആവുമോ എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു 30-40 കിലോമീറ്റർ ഒരു ദിവസം ഒന്നിച്ച് ഓടിപ്പിച്ച് നോക്കി. അപ്പോഴൊന്നും ഇത് പ്രശ്നമൊന്നുമില്ല, നൈസായിട്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തതാണ് ഇത് രണ്ടും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്തതാണ് ഈ സംഭവം. ഇതൊരു സിൽവർ കളറായിരുന്നു, ഇവിടെ ഒരു മാറ്റ് സിൽവർ കളർ. അതും ബ്ലാക്കാക്കി. അത് കഴിഞ്ഞ് പിന്നെ തോന്നി ഇതും കൂടെ ചെയ്ത് നോക്കിയാലൊന്ന്.
അപ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ കവറും ഇതും ബ്ലാക്ക് ആക്കി. പിന്നെ ഇപ്പോൾ എവിടെ ചെയ്തേ, അത്ര തന്നെയുള്ളൂ. ഇതാണ് മൊത്തത്തിലുള്ളൊരു ലുക്ക് ഇപ്പോൾ. പിന്നെ ഈ സംഭവം ഏറ്റവും ഫസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇവിടുത്തെ ഈ യെല്ലോ സ്ട്രിപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഫസ്റ്റ് ചെയ്ത ബ്ലാക്കാണ്. ഇതിനി അടുത്ത വീഡിയോ ഇതായിരിക്കും. ടാങ്ക് മൊത്തം ബ്ലാക്ക് റാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. സിൽവർ കളറൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു വ്യൂ, ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുള്ളത്. ചെറിയൊരു സാധനം കാണിച്ചു തരാം. ഇതെൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഇത് AliExpress നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. ഇതും അത് ഒരുപാട് നാളായി യൂസ് ചെയ്യുന്നു. അടിപൊളി സംഭവം. എത്രയോ 90 റുപ്പീസോ എത്ര ആയിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ഈ റാപ്പ് ചെയ്തതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ ടാങ്ക് ഫുള്ള് റാപ്പ് ചെയ്യുന്നത് കാണിക്കാം. പിന്നെ മറ്റേ ഫോർമുല 1 പോളിഷൊന്നും യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയില്ല. ഡെയിലി മഴയാണ്. അപ്പോൾ അത് ടാങ്കൊക്കെ ഫുൾ ടൈം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല പ്രോപ്പറായിട്ട്. അത് ചെയ്തിട്ടും അതിൻ്റെയും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും ഇത് എന്താ പറയുക, മാറ്റ് ബ്ലാക്കൊക്കെ ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി.